നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പന്നിപ്പടക്കം കടിച്ച അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ആപ്പിനിടയിൽപ്പെട്ട കുരങ്ങന്റെ അവസ്ഥയെന്ന് പറഞ്ഞാലും തരക്കേടില്ല. ഇന്ന് വന്ന വാർത്ത അത്തരത്തിലുള്ളത് തന്നെയല്ലേ? ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇയാൾ ഇത് ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കുകയാണോ അതോ സ്വയം ഒരു വിഡ്ഢിയാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണോ? ആർക്കറിയാം. ടെഹ്റാന്റെയും മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ഈ തീരുമാനമെന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് എത്തിയതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്തു കഴിഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേലിനെയും ചേർത്ത് ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ്, ഇരുട്ടി വെളുക്കും മുമ്പാണ് ട്രംപ് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. നേരത്തെ ആക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്നേക്കും. ഇറാനിലെ അടിസ്ഥാന ഊർജ സൗകര്യങ്ങളാണ് പ്രധാനമായും ഞങ്ങളുടെ ലക്ഷ്യം. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നൊക്കെ തള്ളിമറിച്ച് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും വിജയകരവും സമൃദ്ധവുമായ ഒരു ഇറാനെ നിലനിർത്തുന്നതിനും അതിജീവനത്തിനും വേണ്ടി ആക്രമണം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നോക്കൂ, എത്ര വലിയ വൈരുദ്ധ്യമാണ് മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്ന ട്രംപിന്റെ രണ്ട് പ്രസ്താവനകളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ മാറ്റി പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ട്രംപിന് യുദ്ധത്തിന് ഇറങ്ങിയിട്ട് തൊട്ടു മുമ്പ് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നത്? വലിയ ചോദ്യമാണത്. അതിന്റെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണല്ലോ ഈ ആക്രമണത്തിന് ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ അവസാന മിനിറ്റിൽ ഈ ആക്രമണം വേണ്ട എന്ന് വെച്ചതിന് പിന്നിൽ കൃത്യമായി പറയാം, ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലും ഇറാനോടുള്ള ഭയവും തന്നെയാണ് കാരണം. ട്രംപ് ഇറാന് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, അതായത് ഇറാൻ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുന്നത്, ഇറാൻ ഞങ്ങളുടെ കാലു പിടിച്ചു എന്ന മട്ടിൽ സകലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന. അത് കൃത്യതയില്ലാത്തതാണ്. ആബ്സല്യൂട്ട് ലാക്ക് ഓഫ് ക്ലാരിറ്റി എന്ന് വിളിക്കാവുന്ന ട്രംപിന്റെ തലതിരിഞ്ഞ നയത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കയുടെയോ ട്രംപിന്റെയോ മനസ്സിൽ ഈ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, അമേരിക്കയിൽ ട്രംപിനെതിരായും ട്രംപിന് അനുകൂലമായും രണ്ട് ചേരികൾ ഉണ്ടായിട്ടുണ്ട്. പെന്റഗണിൽ പ്രത്യേകിച്ച് ട്രംപിന്റെ ഉപദേശകർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ കൂട്ടയടി നടക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നു ഒരു കാരണവശാലും ഇറാനെ തൊട്ടുപോകരുത്, തൊട്ടാൽ വലിയ അപകടമാണ് എന്ന്. എന്നാൽ മറുവിഭാഗം പറയുന്നത് ഇറാനെ ആക്രമിച്ച് തകർക്കണം, ഇല്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന്. ഇതിന് നടുവിൽപ്പെട്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നതിനിടയിലാണ് ട്രംപ് പൊടുന്നനെ ഇന്നലെ രാത്രിയോടെ വീണ്ടും വലിയ യുദ്ധം നടത്താൻ പോകുന്നു എന്ന് പറയുന്നത്. നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി എത്രയും വേഗം യുദ്ധത്തിലേക്ക് പോകാനുള്ള പദ്ധതികൾ തീരുമാനിക്കുന്നത്. എന്നാൽ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കർശനമായ നിലപാടെടുത്തുകൊണ്ട് ട്രംപിന് നേരെ പാഞ്ഞെടുക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ട്രംപിന് ഒരു മാനസാന്തരം ഉണ്ടാകുന്നു. ഇനിയും മേഖലയിൽ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കി വെച്ചേക്കില്ല എന്ന പേടി ട്രംപിൽ ഉടലെടുക്കുന്നു. അങ്ങനെ പൊടുന്നനെ ഇറാന്റെ തലയിലേക്ക് എല്ലാം ഇട്ട് ഇറാനാണ് ഭയപ്പെട്ടത് എന്ന് പറഞ്ഞ് ട്രംപ് തലയൂരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യണം എന്ന തോന്നലുണ്ടാകുന്നത്, അല്ലെങ്കിൽ ട്രംപ് വീണ്ടും യുദ്ധത്തിന് ഇറങ്ങുന്നത്? അത്തരമൊരു ഘട്ടത്തിലേക്ക് ട്രംപ് എത്തുന്നത് നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച നടക്കുമ്പോഴാണ്. നെതന്യാഹു ഒരിക്കൽ കൂടി അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി സംഭാഷണം നടത്തിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഇറാനിലേക്ക് ഞങ്ങൾ കടന്നു കയറാൻ പോവുകയാണ്, വർദ്ധിത വീര്യത്തോടുകൂടി ആഞ്ഞടിക്കാൻ പോവുകയാണ് എന്ന പ്രസ്താവന ട്രംപ് നടത്തിയത്. പക്ഷേ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവനയ്ക്ക് ആയുസില്ലാതെ പോയത് ഇറാന്റെ കരുത്ത് എത്രത്തോളമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായി അമേരിക്കയെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടുകൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇറാന്റെ റീ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കും, എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും സപ്ലൈ ചെയിനും ഇറാനുള്ളിൽ നശിപ്പിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരാറിന് തയ്യാറായില്ലെങ്കിൽ സർവനാശം എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ ഇറാന് നൽകിയ മുന്നറിയിപ്പ്. ഒന്ന് ഓർത്തു നോക്കൂ പ്രേക്ഷകരെ, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരു 100 തവണയെങ്കിലും ഇതേ പ്രസ്താവന
ട്രംപ് നിരന്തരമായി ആവർത്തിച്ചിട്ടില്ലേ? അതുതന്നെയാണ് ട്രംപിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവ്. ട്രംപിന് ഈ യുദ്ധത്തിലുടനീളം വലിയ വലിയ പിഴവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ യുദ്ധം താൻ വിചാരിക്കുന്ന വഴിക്ക് കൊണ്ടുപോകാൻ ട്രംപിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടികൾ ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ അതിന് വലിയ തോതിൽ വില നൽകേണ്ടി വരുന്നുണ്ട് അമേരിക്ക എന്ന ബോധ്യവും ട്രംപിനുണ്ട്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും എനർജി ഇൻഫ്രാസ്ട്രക്ചറാണ്. ഞങ്ങളത് ടാർഗറ്റ് ചെയ്യാൻ മടിക്കില്ല. ആ രീതിയിൽ നോൺ മിലിറ്ററി ടാർഗറ്റിലേക്ക്, പ്രത്യേകിച്ചും എനർജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് തെളിച്ചു പറയുന്നില്ലെങ്കിൽ പോലും അമേരിക്കൻ സ്വാധീന ബിസിനസ്സുകൾ അടക്കമുള്ളവയിലേക്ക്, അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ്, വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങളിലേക്ക്, ഹോട്ടലുകൾ, കാസിനോ ക്ലബ്ബുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക്, അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഫിനാൻഷ്യൽ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അവിടങ്ങളിലേക്കൊക്കെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പ്. അമേരിക്കയെ ശത്രുവായി കാണുമ്പോൾ അമേരിക്കയുടെ താല്പര്യം മിലിറ്ററി താല്പര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തിക താല്പര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തുമുള്ളത്, സൗദിയിലാകട്ടെ, കുവൈറ്റിലാകട്ടെ, UAE-യിലാകട്ടെ, എവിടെയായെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലുള്ള സകല അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളും തകർക്കും. അത് ജനവാസ മേഖലകളായാലും എനർജി സ്രോതസ്സുകളായാലും എവിടെയായാലും എന്ന് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചതോടെ ട്രംപിന് ഇസ്രായേലുമായി ചേർന്ന് യുദ്ധം ചെയ്യാനുള്ള പൂതി ഒറ്റയടിക്ക് അവസാനിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഗൾഫ് രാജ്യങ്ങൾ ഇക്കാര്യമാണ് ട്രംപിനെ ബോധ്യപ്പെടുത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ, ഇസ്രായേലിനെയും കൊണ്ട് വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് വന്നാൽ തകരുന്നത് ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിരിക്കില്ല, ഗൾഫ് രാജ്യങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ കൂടിയായിരിക്കും. പ്രത്യേകം നിങ്ങൾ ഓർക്കണം ട്രംപേ, ഇപ്പോൾ യുദ്ധവുമായി നിങ്ങൾ ഇറങ്ങുമ്പോൾ തിരിച്ചടി വരുന്നത് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റുകളിലേക്കായിരിക്കും. ഗൾഫ് മേഖലയിൽ വലിയ നാശമുണ്ടാകുമെന്നത് ശരിയാണ്. ഹോർമൂസ് കടലിടുക്കിലേക്കും ചിലപ്പോൾ ഇറാൻ ആക്രമണങ്ങൾ നടത്തിയേക്കാം, കൂടുതൽ കപ്പലുകൾ തകർത്തേക്കാം. പക്ഷേ ആത്യന്തികമായി വലിയ സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്കും ഉണ്ടാകും. അമേരിക്കയുടെ കമ്പനികൾ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രങ്ങൾ, അവരുടെ ആയുധപ്പുരകൾ, അവരുടെ വിമാനങ്ങൾ, കോടാനുകോടി മൂല്യമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകർത്തുകൊണ്ടേ ഇറാൻ മുന്നോട്ട് പോകൂ എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകി എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം തന്നെ ഇറാൻ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുന്നതും ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഇറാൻ തന്ത്രം മാറ്റിപ്പിടിച്ച് നേരിട്ടല്ല ആക്രമണം ഇപ്പോൾ നടത്തുന്നത്, പകരം തങ്ങളുടെ പ്രോക്സികളെ കൊണ്ടാണ്. തെക്കുള്ള ഹൂത്തികൾ, തെക്ക് പടിഞ്ഞാറുള്ള മറ്റൊരു ഗ്രൂപ്പ്, അവർ സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. സൗദിയുടെ കപ്പലുകൾ ഒന്നുപോലും ബാബൽ മന്ദബ് കടന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നാവിക ഉപരോധം കടുപ്പിച്ചത് ഹൂത്തികൾ ഈ അടുത്താണ്. എന്നാൽ മറ്റു കപ്പലുകൾ, സൗദി ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ബാബൽ മന്ദബിലൂടെ കടന്നു പോകുന്നതിന് ഇപ്പോഴും അത്തരമൊരു തടസ്സമില്ല എന്ന് ഓർക്കണം. അതായത് സൗദി അറേബ്യയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത്, അമേരിക്കയുമായി കരാർ ഒപ്പിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഇറാഖിലെ ഇറാന്റെ മിലീഷ്യകളെ തകർക്കാൻ ഇറങ്ങി തിരിച്ച രാജ്യം. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെതിരെ ഒരു കളി കളിക്കാൻ പോകുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദിയെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇറാൻ പ്രാഥമികമായി എടുത്തത്. ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇറാൻ ശക്തമായി ഹൂത്തികളെ കൊണ്ട് സൗദിയിലേക്ക് അടിച്ചത്. അത് കൃത്യമായി കൊള്ളേണ്ടെടുത്ത് കൊണ്ടു. സൗദി വിറച്ചു. സൗദി തന്നെയാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും എല്ലാം ചേർന്ന് പൊടുന്നനെ ട്രംപിനെ കൊണ്ട് മുട്ടുകുത്തിപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ട്രംപ് എടുത്ത നിരന്തരമായ യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം എന്ന തീരുമാനത്തിൽ നിന്ന് ട്രംപിനെ പിടിച്ചു മാറ്റിയതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമല്ല, അതോടൊപ്പം ഇറാന്റെ കരുത്തുകൊണ്ട് ട്രംപ് ഭയന്നിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്നുള്ളതും ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ഹൂത്തികൾ സൗദി തുറമുഖങ്ങളിലേക്കും ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ സൗദിക്ക് തീർച്ചയായും മറിച്ച് ചിന്തിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ഹോർമൂസും സൗദിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സൗദിയുടെ വടക്കൻ പ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ, സൗദി എണ്ണ കൊണ്ടുപോകാനുള്ള മറ്റൊരു മാർഗമാണ് ഹോർമൂസ് കടലെടുക്ക്. അത് നേരത്തെ തന്നെ ഇറാൻ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാബൽ മന്ദബ് കടലെടുക്കും അടയ്ക്കുമ്പോൾ സൗദിക്ക് തങ്ങളുടെ എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതും സൗദിയെ ഇരുത്തി ചിന്തിപ്പിച്ച കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഘടകങ്ങളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക ശക്തമായി യുദ്ധം
യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അമേരിക്കയെ മുട്ടുകുത്തിക്കുന്ന വിധത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇറാന്റെ ആ നീക്കങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ മിന്നൽ നീക്കങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇസ്രായേലിനും അത് വലിയ പ്രതീക്ഷാഭംഗം, ഇച്ഛാഭംഗം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും ഒരു ശക്തമായ യുദ്ധം തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് സൗദിയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ പൊടുന്നനെ ട്രംപിനോട് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകരുത് എന്ന കർശന നിർദ്ദേശം കൊടുത്തത്. അതിൽ തന്നെ അമേരിക്കയുമായി ഏറ്റവും വലിയ ചങ്ങാത്തത്തിൽ നിൽക്കുന്ന സൗദിയുടെ നിലപാടാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, ഗൾഫ് മേഖലയിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് GCCയിലെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന ഏക രാജ്യം സൗദിയാണ്. അതും ഇറാന് നേരെയല്ല, ഇറാഖിലെ ഷിയ താവളങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇറാൻ അനുകൂല പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് PMF കേന്ദ്രങ്ങൾക്ക് നേരെ. അപ്പോൾ അവിടെ ഒരു ചോക്ക് പോയിന്റ് വീണ്ടും വരികയാണ്. അപ്പോൾ സൗദിയുടെ വടക്കൻ ഭാഗവും തെക്കൻ ഭാഗവും ഒരുപോലെ തന്നെ സമ്മർദ്ദത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് സൗദി അറേബ്യ താല്പര്യമെടുത്ത് ഒരു വലിയ മൊബിലൈസേഷനിലേക്ക് പോകുന്നത്. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ഈ ബാബൽ മന്ദബും ഹോർമുസും എങ്ങനെ തുറക്കാം എന്നതിനെ കുറിച്ച് പോലും സൗദി ആലോചന നടത്തുകയാണ് എന്ന നിലയിലേക്ക് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് GCC രാജ്യങ്ങളുടെ കാര്യവും. ഈ വിധത്തിൽ യുദ്ധം മുന്നോട്ട് പോയാൽ, ഇറാൻ വീണ്ടും GCC രാജ്യങ്ങളെ ആക്രമിച്ചാൽ, ശക്തമായ രീതിയിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ തുടർന്നാൽ അത് വലിയ പ്രഹരമായിരിക്കും തങ്ങൾക്കുണ്ടാക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക യുദ്ധം ചെയ്ത്, ഇസ്രായേലുമായി അമേരിക്ക വന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധം ചെയ്ത് ഹോർമൂസ് തുറന്നു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഗൾഫ് രാജ്യങ്ങൾ കൂടി നിന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇറാനുമായി ചേർന്ന് പരിഹരിച്ച് സുന്ദരമായ രീതിയിൽ ഹോർമൂസും ബാബൽ മന്ദബും തുറക്കാൻ കഴിയുമെന്ന നിലയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ വന്നിരിക്കുന്നു. അതായത് യുദ്ധം വെറുത്തിരിക്കുന്നു, ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു, അത് വലിയ പ്രശ്നങ്ങൾ ലോകത്ത് പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയും ട്രംപ് പറയുന്നത് അനുസരിച്ച് ട്രംപിന് മുന്നിൽ വാ പൂട്ടി നിൽക്കുന്ന പരിപാടിയുമായി മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ബോധ്യം വന്നിടത്താണ് ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങൾ നൽകിയത്. അത് ട്രംപിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. പക്ഷെ അത് അംഗീകരിക്കാതെ ട്രംപ് ഇറാൻ ഭയന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മെഴുകുകയാണ്. അതാണ് യാഥാർത്ഥ്യം.